റിയാദിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തേനീച്ചയുടെ ഇരമ്പം പോലുള്ള ശബ്ദം പട്ടണത്തിൽ മുഴുവൻ ഉയർന്നു കേൾക്കുമായിരുന്നു ആളുകൾ ഖുർആൻ ഓതുന്ന കാരണത്താൽ. ഖുർആനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്, അവിടെ നിന്ന് പിശാച് അകന്നോടുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീടുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ് വളരെയധികം ഇഷ്ടമായി കഴിഞ്ഞിട്ടുള്ള മുസ്ലിമീങ്ങളുടെ മര്യാദകളിൽ ഒന്നാണ് വീടുകളിലുള്ള ഖുർആൻ പാരായണം. പഴയ കാലഘട്ടത്തിൽ എൻ്റെ ചെറിയ പ്രായത്തിൽ വരെ മഗ്രിബിന് ശേഷം ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടുകൾ മുസ്ലിങ്ങൾ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാം, മഗ്രിബിന് ശേഷം ഒരു മുസ്ലിമിന്റെ തൊഴിൽ എന്തായിരുന്നു? ഖുർആൻ പാരായണമായിരുന്നു. ഇന്നോ എല്ലാവരും മൊബൈലിലാണ്. മഗ്രിബിന് ശേഷം ഖുർആൻ പാരായണം എന്നത് മുസ്ലിമീങ്ങളുടെ പുതിയ രീതിയാണ്. കുറച്ചുകൂടി ദീനിയായ ചിട്ടയുള്ള വീടാണെങ്കിൽ സുബ്ഹിന് ശേഷം ഖുർആൻ പാരായണം ഉണ്ടായിരിക്കും, മഗ്രിബിന് ശേഷവും ഖുർആൻ പാരായണം ഉണ്ടാകും. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിലെ റിയാദിൽ സന്ദർശനം നടത്തിയ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാരനായ ഒരാൾ അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പിൽ കാണാം, റിയാദിൽ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം തേനീച്ചയുടെ ഇരമ്പം പോലുള്ള ശബ്ദം പട്ടണത്തിൽ മുഴുവൻ ഉയർന്നു കേൾക്കുമായിരുന്നു ആളുകൾ ഖുർആൻ ഓതുന്ന കാരണത്താൽ. എല്ലാ വീടുകളിലും ഖുർആൻ ഒത്തുള്ളത് കാരണത്താൽ തേനീച്ചയുടെ ഇരമ്പം പോലെ ഒരു ശബ്ദം പട്ടണം മുഴുവൻ കേൾക്കുമായിരുന്നു. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ചില പണ്ഡിതന്മാരിൽ ഒരാൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം തന്റെ ഉസ്താദിന്റെ അരികിൽ സുബ്ഹിന് ദീൻ ദർസ് കേൾക്കാൻ വേണ്ടി സുബ്ഹിന് മുൻപ് വീട്ടിൽ നിന്ന് ഇറങ്ങും. സുബ്ഹിന് ശേഷമാണ് ദർസുള്ളത്. സുബ്ഹിന് ശേഷമുള്ള ദർസ് കേൾക്കാൻ വീട്ടിൽ നിന്ന് അദ്ദേഹം സുബ്ഹിന് മുൻപ് പുറത്തിറങ്ങും. അദ്ദേഹം പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി മസ്ജിദിലേക്ക് എത്തുന്നത് വരെ വടിയോരങ്ങളിലെ വീടുകളിൽ നിന്ന് അടക്കി പിടിച്ച കരച്ചിലുകൾ പുറത്തേക്ക് കേൾക്കുമായിരുന്നു. ആളുകൾ തഹജ്ജുസ്കാരത്തിലാണ്, ഖുർആൻ പാരായണത്തിലാണ്. അങ്ങനെ കാലഘട്ടം അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. സഹോദരങ്ങളെ, വീടുകൾ ഇന്ന് പലപ്പോഴും വളരെയധികം മരിച്ചുപോയ വീടുകളാണ്. ആളുകൾ ഖുർആൻ ഓതുന്നില്ല, കേൾക്കുന്നില്ല. പാപ്പ ഖുർആൻ ഓതുന്ന മക്കൾ കേൾക്കുന്നില്ല. എന്തിന്? ഭർത്താവിൻ്റെ ഒത്തെങ്ങനെയാണ് ഭാര്യയുടെ ഒത്തെങ്ങനെയാണ് ഭർത്താവിന് അറിയില്ല. എത്രയോ തെറ്റുകൾ ഉണ്ടാകും ഖുർആൻ രണ്ടുപേരുടെ അങ്ങോട്ടും. ചിലപ്പോൾ ഭാര്യ ചിലപ്പോൾ അറബി കോളേജിൽ പഠിച്ചാണ്, ഭർത്താവ് ഓതുന്നത് മുഴുവൻ തെറ്റാണ്, അവൾ തിരുത്തുന്നില്ല. അല്ലെങ്കിൽ ഓതാൻ അറിയില്ല, അതല്ലെങ്കിൽ ഭർത്താവിന് വിവരമുണ്ട്, പക്ഷേ ഭാര്യ ഓതുന്ന അയാൾ കേൾക്കുന്നില്ല. ഇങ്ങനെ ഖുർആനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട വീടുകൾ, മരിച്ച വീടുകളല്ല. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറാക്കരുത്. വീടുകൾക്ക് ജീവൻ നൽകണം ഖുർആൻ ഓതും. അതുപോലെ പണ്ടൊക്കെ പല വീടുകളിലും ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നാണ്, വാപ്പ സുബ്ഹ് നിസ്കാരത്തിന് ശേഷം എല്ലാവരും വിളിച്ചിരുത്തും, ഇത് ഖുർആനിന്റെ തഫ്സീറോ അതല്ലെങ്കിൽ ദീനീപരമായ ഏതെങ്കിലും പുസ്തകങ്ങളോ 10 മിനിറ്റ് 15 മിനിറ്റ് എന്ന് വായിക്കും. ഇങ്ങനെ എത്ര വീടുകളുണ്ടായിരുന്നു? ഏത് വീട്ടിലാണ്? നമ്മൾ സ്വന്തം വീടുകളിലേക്ക് നോക്കുക, നമ്മുടെ വീടുകളുടെ അവസ്ഥയാണ്. ദീന എന്തെങ്കിലും ഒരു വായന, വാപ്പയും വായിക്കാം. ചില ആളുകൾ പറഞ്ഞ് ഞങ്ങൾ ദർശനം പോലെ ഉണ്ടല്ലോ, ഫാമിലിയായിട്ട് ദർശനം പോകും. ഈ ഫാമിലിയായ ദർശനം പോക്കിനേക്കാൾ ചിലപ്പോൾ ഇത്തരം 5 മിനിറ്റ് നേരമുള്ള ഇരുത്തങ്ങൾ നിങ്ങൾക്ക് ഉപകാരം ചെയ്യും, വീട് നന്നാവാൻ സഹായിക്കും. കാരണം എന്താ? വാപ്പ രാവിലെ ഇരുന്ന് പറയും കളവ് പറയുന്നത് ഹദീസിൽ അങ്ങനെ വന്നു. പിന്നെ വാപ്പ കളവ് പറയാതിരിക്കാൻ വലിയൊരു കാരണം അവനവൻ തന്നെ ഉപദേശിച്ചാൽ പിന്നെ അവനവൻ ഉപദേശിച്ച കാര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് മക്കൾ ചോദിക്കും, പോലെ പറഞ്ഞ എങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചു നേരം മതപരമായ ഇൽമ് കേൾക്കുന്ന സദസ്സ് ഇന്ന് അതില്ല, ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇല്ല. വളരെ കുറച്ചാണ്. വീട്ടിൽ പ്രസംഗം പോലും കേൾപ്പിക്കപ്പെടാത്ത വീട് എത്ര ഉണ്ട് അറിയാം. ചിലപ്പോൾ അവൻ വളരെ നല്ലവനാണ്, അവൻ വലിയ ദീനുള്ള ആളാണ്, അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ ദീനാണ്, പക്ഷേ വീട്ടിലൊന്നും കേൾക്കാനില്ല. അങ്ങനെ ആവരുത്.